നമസ്കാരം. അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കാനല്ല, മറിച്ച് ഈ അന്ധവിശ്വാസങ്ങളിൽ എത്രമാത്രം വിശ്വാസം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് അറിയുവാനുള്ള ഒരു സംവാദമാണ് നാം ഇന്ന് നടത്തുന്നത്. അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ സഞ്ചരിച്ച് അതിൻ്റെ ശാസ്ത്രീയത അപഗ്രഥനം ചെയ്ത് അതിൻ്റെ ശിഷ്യനായി മാറിയ ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് എന്നോടൊപ്പം ഇന്നുള്ളത്. ആദർശ് കുമാർ. പ്രോണോളജി എന്നാൽ അതായത് ശബ്ദസംഖ്യാശാസ്ത്രം, അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ശാഖ ആണെന്ന് വേണമെങ്കിൽ പറയാം. അവിടേക്ക് കടന്നു ചെല്ലുകയും അതിനെ വിശകലനം ചെയ്ത് പുസ്തകങ്ങൾ രണ്ടെണ്ണം രചിക്കുകയും ചെയ്ത ആദർശ് കുമാറാണ് നമ്മോടൊപ്പം ഉള്ളത്. അതിനോടൊപ്പം തന്നെ മെഡിക്കൽ പാമിസ്ട്രി, അതിനെക്കുറിച്ചും അദ്ദേഹം ഗവേഷണം നടത്തുകയും നിരവധി പേർക്ക് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളിലൂടെ രോഗം ശമിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതുണ്ട്. നമുക്ക് ആദർശ് കുമാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ പറഞ്ഞതുപോലെ ഈ അന്ധവിശ്വാസങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് ഇത്തരൊരു സംവാദം പലരും കേൾക്കുന്നവർക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ അങ്ങ് ശാസ്ത്രീയമായി ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള എഞ്ചിനീയറാണ്, പിന്നെ ISROയിലായിരുന്നു. അത് കളഞ്ഞതിന് ശേഷമാണ് ഒരുപക്ഷെ ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഈ മേഖലയിലേക്ക് എത്തിയതും ശബ്ദസംഖ്യാശാസ്ത്രത്തിലേക്ക് എത്തുന്നതും പാം ഹിസ്റ്ററിയെക്കുറിച്ച് അപഗ്രഥിക്കുന്നതും പഠിക്കുന്നതും ഗവേഷണം നടത്തുന്നതും. ശബ്ദസംഖ്യാശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. എനിക്ക് ഈ ശബ്ദസംഖ്യാശാസ്ത്രം എന്താണെന്ന് അറിയുന്നതിനൊരു താല്പര്യമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ശബ്ദവും ഒരാളുടെ പേരിന് വെച്ചോളൂ, പേരിനും അതിനൊരു സംഖ്യയിലേക്ക് നമ്മൾ അനുവർത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ശാസ്ത്രമായി മാറുകയും അയാളുടെ ഭാവി നിർണ്ണയിക്കാൻ പറ്റുകയും ചെയ്യും എന്ന് അങ്ങേക്ക് പറയാൻ പറ്റുമോ? ആദ്യം ഈ ശബ്ദസംഖ്യാശാസ്ത്രം എന്താണെന്ന് ഞാനൊന്ന് വിശദീകരിക്കാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ മന്ത്രം ജപിക്കുന്നവരാണ് നമ്മൾ. മനസ്സുകൊണ്ട് ത്രനനം ചെയ്യുന്നതിനാണ് മന്ത്രം എന്ന് പറയുന്നത്. വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി ആർ മേക്കിംഗ് എ സൗണ്ട്. നമ്മൾ ഈ പ്രപഞ്ചത്തിലോട്ടൊരു ശബ്ദ തരംഗത്തെ വിട്ടുകൊടുക്കുകയാണ്. അത് ഈ പ്രപഞ്ചത്തിൽ പോയിട്ടുണ്ടാകുന്ന ഒരു അലയുണ്ട്, ഒരു വൈബ്രേഷൻ. അത് പോസിറ്റീവാണെങ്കിൽ പോസിറ്റീവും, നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവും റിസൾട്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഇതാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ഒരു പ്രാവശ്യം മന്ത്രം പറഞ്ഞ റിസൾട്ട് വരില്ല. ആയിരക്കണക്കിന് തവണ അത് ജപിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു റിസൾട്ട് വരുന്നത്. ഈ തത്വത്തിൽ അധിഷ്ഠിതമായിട്ട് പാശ്ചാത്യർ നൂറ്റാണ്ടുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഡെവലപ്പ് ചെയ്തെടുത്തൊരു സബ്ജക്റ്റാണ് പ്രോണോളജി. ഇറ്റ് ഈസ് എ സയൻസ് റിലേറ്റഡ് വിത്ത് ദി പ്രൊനൗൺസിയേഷൻ ഓഫ് എ നെയിം. എനി നെയിം, whether it is a place or a person or a particle or a product, whatever it may be, it is fully based on 26 alphabets of English. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ഭാരതത്തിൽ ഇത് വളരെ അപൂർവം പേര് കൈകാര്യം ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. കാരണം ഇതെല്ലാം ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആംഗലേയ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റാണ്. ഇറ്റ് ഈസ് ഫുള്ളി ബേസ്ഡ് ഓൺ 26 ആൽഫബറ്റ്സ് ഓഫ് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിലെ 2 അക്ഷരങ്ങൾ ചേരുമ്പോൾ ഒരു പുതിയ ശബ്ദം ഉണ്ടാവും. അതിന് നമ്മൾ ഫോണറ്റിക്സ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഫോണറ്റിക്സ് എന്താണ്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ AR, ഈ 2 അക്ഷരങ്ങൾ നമ്മൾ ഒരുമിച്ച് എങ്ങനെ പറയും എന്ന് പറഞ്ഞു നോക്കാമോ? എപ്പോഴും പോവും. എ സൈലൻ്റ് ആകുന്ന ആൽഫബറ്റ് അല്ല. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ ഇത് ഇംഗ്ലീഷാണെന്ന് പറഞ്ഞത്. നമ്മൾ എയ്ക്ക് എന്ന് പഠിച്ചാലാണ് നമ്മുടെ ഒരു പ്രോബ്ലം. എയ്ക്ക് എയുടെ ശബ്ദവും ആറിൻ്റെ ശബ്ദവും പറ്റുമെന്ന് പറഞ്ഞു നോക്കി എയർ എന്നേ നമുക്ക് പറയാൻ പറ്റും. That means unknowingly we introduced a vowel in between these alphabet. അപ്പോൾ എയർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതേപോലെ പ്രോണോളജിയിൽ വളരെ സ്ട്രോങ് ഫോണറ്റിക്സുകളാണ് എയർ, മാൻ, ക്യാൻ, വിൻ, ഡു, ഓൺ. ഇതൊക്കെ വളരെ സ്ട്രോങ് ഫോണറ്റിക്സുകളാണ്. നമുക്ക് ഒരാളുടെ പേരിൽ കൂടെയാണ് നമ്മൾ ആളിനെ അറിയുന്നത്, അല്ലേ? ഇപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം, അപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു. ഇതേപോലെ ഒരു പേരിൽ കൂടെയാണ് നമ്മൾ ഒരാളിനെ അറിയുന്നത്. ഉദാഹരണത്തിന് ഓരോ പേരിലെയും ഈ 2 അക്ഷരങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഫോണറ്റിക്സ്, 3 അക്ഷരങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഫോണറ്റിക്സ്, ഈ ഫോണറ്റിക്സിൻ്റെ ശബ്ദം ഉണ്ടല്ലോ, ആ സൗണ്ട് വൈബ്രേഷനാണ് നമുക്ക് കൂടുതലും റിസൾട്ട് ഉണ്ടാക്കി തരുന്നത്. അത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ റിസൾട്ട് വരില്ല, പല പ്രാവശ്യം ആവർത്തിക്കുമ്പോഴാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പേര് ഒരാൾ വിളിക്കും തോറും ആ പേര് ഇത് കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ പ്രശസ്തിയിലേക്ക് പോകുന്ന പലരും അങ്ങനെയാണ്. അതിൻ്റെ റിവേർബ് കൂടിക്കൊണ്ടിരിക്കും പറയുന്നതനുസരിച്ച്. അല്ല, നമ്മളിപ്പോൾ ഒരാൾ കൂടുതൽ സമയം ഒരു പേര് ഉച്ചരിച്ച് പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വൈബ്രേഷൻ കൂടും. അത് നമ്മുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കും. അത് പോസിറ്റീവായി മാറും. ഉദാഹരണത്തിലൊക്കെ വരാം.
അല്ല ഞാൻ ഉദാഹരണത്തിന് ചോദിക്കുമ്പോൾ നമ്മളെ പേര് അങ്ങ് പറഞ്ഞു വരുന്ന ഒരാളുടെ പേരിൽ അതിലെ ഒരു സംഖ്യാശാസ്ത്രം ഐ മീൻ ശബ്ദസംഖ്യാശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പലരും ഇപ്പം ന്യൂമറോളജി പ്രകാരമൊക്കെ പേരിടുന്നുണ്ട്. ചിലർ ഇപ്പം പല സംവിധായകരും നടന്മാരും ഒക്കെ അവരുടെ പേരിൽ ഒരു വ്യത്യാസമൊക്കെ വരുന്നത് ഇൻഷ്യൽ അല്ലെങ്കിൽ പേരെഴുതുമ്പോഴത്തേക്ക് ജോഷി എന്ന് എഴുതുന്ന SHY ആയിരുന്നല്ലേ, അത് I എന്നൊക്കെ ആക്കിയൊക്കെ വരുന്നുണ്ട്. ആ പേര് മാറ്റിയത് ഞാനാണ്. പേര് മാറ്റിയത് JSHIY എന്ന് മാറ്റിയത് ഞാനാണ്. ചോദിച്ചോണ്ട് മാത്രം പറഞ്ഞത്. ഡയറക്ടർ ജോഷിയുടെ പേര് JSHIY എന്ന് മാറ്റിയത് ഞാനാണ്. കാര്യം ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്, 29-30 വർഷങ്ങൾക്ക് മുമ്പ്. പുള്ളി എൻ്റെ ക്ലയൻ്റാണ്, ഇപ്പോഴും ക്ലയൻ്റാണ്. പുള്ളിയുടെ അന്ന് വരെയുള്ള മിക്ക സിനിമകൾക്കും നെയിം വൈബ്രേഷൻ ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ അന്ന് ഞാൻ ന്യൂമറോളജി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അദ്ദേഹത്തിനെ പരിചയപ്പെടുന്ന കാലമാണ്. അന്ന് ഈ പറഞ്ഞത് ഈ പേരിനകത്തിൽ ആ നമ്പർ കറക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ I ചേർത്തത്. അപ്പോൾ HI എന്നാക്കി. ഹൈ എന്നുള്ളൊരു ഫോണ്ടീസ് അതിനകത്ത് കയറിയിട്ടുണ്ട്. അല്ല ജോഷി JSHIY എന്നാണ് നമ്മൾ മാറ്റിയത്. അത് I വരുന്നത് കൊണ്ട് എന്താ ന്യൂമറിക്കലി ആ പേര് വൈബ്രേറ്റഡ് ആയി I ഹൈയിൽ പോവും. അപ്പം ഉയരത്തിലേക്ക് ആൾ പോകുന്നതാണ്. ഈ പേര് മാറ്റിയതിന് ശേഷം അദ്ദേഹത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് അങ്ങേക്ക് തന്നെ ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. അതിന് ശേഷം പുള്ളി ചെയ്തിട്ടുള്ള ശരിക്കും ഫിലിം ഇൻഡസ്ട്രി ഒരു സ്റ്റാർ വാൾട്ടല്ലേ അദ്ദേഹം. അതിനുശേഷം ഇന്ന് വരെ ഇപ്പം ഏറ്റവും പുതിയ ജനറേഷനെ വെച്ച് സിനിമ ചെയ്യാൻ പോകുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ ഈ ഫീൽഡിലെത്തി ഇപ്പോഴും നിൽക്കുന്ന ഒരു ഡയറക്ടറാണ്, തലയുയർത്തി നിൽക്കുന്ന ഒരു ഡയറക്ടറാണ് അദ്ദേഹം. വേറെ ആരും ഇത് കണ്ടിട്ട് വേറെ ആരെങ്കിലും നമുക്ക് ഞാൻ പേഴ്സൺസിൻ്റെ പേര് പറയാൻ താല്പര്യം എങ്കിലും അല്ല നമുക്കറിയാം. കാരണം പലപ്പോഴും അവരിങ്ങനെ ചെയ്തിട്ടാണെന്ന് പറയാൻ അവർക്ക് താല്പര്യം. അല്ല നമുക്ക് ഉദാഹരണം അറിയിക്കണം. 1-2 പേര് പറഞ്ഞാൽ കൊള്ളാം. ചില മാറ്റിയത് ഇപ്പം I എന്നുള്ളത് E ആക്കിയത്, E ആക്കിയത്, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അല്ല. പ്രോണോളജി അനുസരിച്ചിട്ട് ഞാൻ ധാരാളം കമ്പനികൾക്ക് പേരിട്ടിട്ടുണ്ട്. അപ്പം അതിനൊരു ഉദാഹരണം ഇവിടെ ആർക്കോൺ എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡേഴ്സ് ഉണ്ട്. ആർക്കോൺ എന്ന് പറഞ്ഞ പേര് ഞാനാണ് ഇട്ടേക്കുന്നത്. ആർക്കിടെക്ചറിൻ്റെ ആർക്കും ഓണുമാണ് ഇട്ടേക്കുന്നത്. ഈ ഓണൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ഞാൻ പറയാം, നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് സംസാരിച്ച് വരുമ്പോൾ വരും. അപ്പോൾ നമ്മളൊരാളുടെ പേരിലൂടെയാണ് ഒരാളിനെ അറിയുന്നതെന്ന് പറഞ്ഞു. അഡോൾഫ് ഹിറ്റ്ലർ, പുള്ളിയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിയെ നമുക്ക് മനസ്സിലായി. സ്വസ്തിക് ചിഹ്നം, 11 മീശ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജർമ്മനിയിൽ നാസികളെ ഒരുമിപ്പിച്ച് അവിടുത്തെ ഭരണം പിടിച്ചെടുത്ത് 2ാം ലോക മഹായുദ്ധം ഉണ്ടാക്കി ലോക ജനതയ്ക്ക് സർവനാശം വരച്ച ഒരു മനുഷ്യനാണ് അഡോൾഫ് ഹിറ്റ്ലർ. അദ്ദേഹത്തിൻ്റെ പേരിലെ ഫോണ്ടീസ് ഒന്നേക്ക് AD, AD, OL, OL, ഹിറ്റ്, ഇറർ. പുള്ളി അതേ ചെയ്തിട്ടുള്ളൂ. ആഡ്, ഓൾ, ഹിറ്റ്, ഇറർ. പുള്ളി അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ പേര് കിടപ്പുണ്ട്. അല്ല, പക്ഷേ സമാധാനം നമ്മുടെ ലോകത്തിന് സമ്മാനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, അദ്ദേഹത്തിൻ്റെ പേരിലും നിറഞ്ഞു നിൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ സമാധാനവും അതോടൊപ്പം തന്നെ ശാന്തതയുമാണ്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യങ്ങൾ എടുത്തു പറയാനുള്ളത്, ഗാന്ധി എന്നുള്ള പേര് നിരവധി പേര് ആൾക്കാർ ഉച്ചരിച്ചിട്ടുണ്ട്. അത് അങ്ങ് പറഞ്ഞാൽ കൂടുതൽ പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കിയിട്ടില്ലേ? അതിലേക്ക് വരാം, ഗാന്ധിയുടെ പേരിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. നമ്മൾ ഓരോ ദിവസവും ദിനപത്രം വായിക്കുമ്പോൾ സാഹൂതം വീക്ഷിച്ചിരുന്ന ഒരു വാർത്തയാണ് കാശ്മീർ, അല്ലേ? അതെ, എന്നും പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ ആർട്ടിക്കിൾ 370 വന്നിട്ട് ഈ കാശ്മീർ എന്നുള്ളത് അത് ആർട്ടിക്കിൾ 370 റിമൂവ് ചെയ്ത് ജമ്മു കാശ്മീരിൽ നിന്ന് എന്ന് പുനർനാമകരണം ചെയ്തല്ലേ? അതെ. ഇപ്പം എത്ര കേസ് കേൾക്കുന്നുണ്ട്? സി ദി ഡിഫറൻസ്. ഇപ്പം പേരിലെ ശബ്ദം മാറുമ്പോൾ കാര്യങ്ങൾക്ക് മാറ്റമുണ്ട്. അപ്പോൾ അങ്ങ് പറയുന്നത് കാശ്മീർ ജമ്മു കാശ്മീർ ആയി മാറിയപ്പോൾ അതിൽ പൊളിറ്റിക്സിൽ വ്യത്യാസം വന്നു, ശബ്ദസംഖ്യാശാസ്ത്രത്തിലും വ്യത്യാസം വന്നു, അത് സമാധാനത്തിലേക്ക് നയിക്കുന്നു എന്നാണ്. കാശ്മീരിനകത്തിൽ ASH, ആഷ് ആൻഡ് ഇർ, ആഷ് ആൻഡ് ഇർ എന്നാണ് നമ്മൾ ഈ പ്രൊണൗൺസ് ചെയ്തുകൊണ്ടിരുന്നത്. അതാ മാറിയത് ഇപ്പോൾ. ഇപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ പേരിൽ ആദർശ്, അതിൽ ആഷ് ഉണ്ടല്ലോ? ഇല്ല, ഇഷ് ഉണ്ടല്ലോ. ഇഷു ആഷുമായിട്ട് വ്യത്യാസം ഉണ്ടല്ലോ. SH വരുന്നതല്ലോ, A വരുമ്പോഴല്ലേ ആഷാകത്തുള്ളൂ. അല്ല, നമ്മൾ ഒരു ഇപ്പം A ആദ്യം കിടക്കുന്നു, SH അവസാനം കിടക്കുന്നു, അങ്ങനെ നമ്മൾ വായിക്കാൻ പറ്റുന്നത്. തുടർന്ന് വരുന്ന 2 അക്ഷരങ്ങൾ വെച്ചിട്ടാണ് ഫോണറ്റിക്സ് ഉണ്ടാകുന്നത്. ആദ്യത്തെ അവസാനത്തെ അക്ഷരം വെച്ചിട്ട്. ഓക്കെ. അപ്പം അങ്ങ് ഗാന്ധിയുടെ കാര്യം ചോദിച്ചു. നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പേരാണ് ഗാന്ധി എന്ന് പറയുന്നത്. ആ പേര് ഗാന്ധി മാത്രം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. GAN, DHI, ഈ 2 പാർട്ടായിട്ട് നമുക്ക് അതിനെ എടുക്കാം. GAN
അത് നമ്മൾ ഒന്ന് ഇംഗ്ലീഷുകാരൻ പറയുന്നതായിട്ട് പറഞ്ഞാൽ ഗ്യാൻ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഫോണ്ടിക്സ് കംസ് ക്യാൻ, കഴിവ് എന്നുള്ളതിൻ്റെയാണ്. ക്യാൻ എന്ന് പറയുന്ന ഫോണ്ടിക്സ്. അത് ഏകദേശം 120 കോടി ജനങ്ങൾ ഡെയിലി പറയുമായിരുന്നു ഇവിടെ, ഗാന്ധി 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 ഗാന്ധി. അതിൻ്റെ വൈബ്രേഷൻ ആ പേരിൻ്റെ എവിടെ പോയെന്ന് നോക്കി. ഇനിയും ഭാരതത്തിലൊരു നോട്ടടിക്കണമെങ്കിൽ അദ്ദേഹത്തിന് തല വേണ്ടി വരും. ഇനി ആ പേര് അവസാനിക്കുന്നത് DHI എന്ന. എച്ച് വിൽ ബി എ സൈലന്റ് ആൽഫബറ്റ്. DI നമ്മൾ എങ്ങനെ പറയും? ഇംഗ്ലീഷുകാരൻ പറഞ്ഞാൽ ഡൈ അല്ലേ? ഗാന്ധി എന്നുള്ളതിൻ്റെ ഫോണ്ടിക്സ് ക്യാൻ ഡൈ. ഹി വാസ് അസാസിനേറ്റഡ്. ഇന്ദിര ക്യാൻ ഡൈ, ഷീ വാസ് അസാസിനേറ്റഡ്. രാജീവ് ക്യാൻ ഡൈ, ഹി വാസ് അസാസിനേറ്റഡ്. സഞ്ജയ് ക്യാൻ ഡൈ, ഹി ഫേസ്ഡ് ആൻ അൺനാച്ചുറൽ ഡെത്ത്. ഓക്കെ, ദി നെയിം സ്റ്റാർട്ട്സ് വിത്ത് ഡൈ. ഡയാന രാജകുമാരിക്ക് എന്ത് പറ്റിയെന്ന് നമുക്കറിയാം. വെൻ ഷീ ഫേസ്ഡ് എ ബ്രൂട്ടൽ ഡെത്ത്, അവരുടെ ബോയ് ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. അയാളുടെ പേര് ദോദി അൽഫയ എന്നായിരുന്നു. ഡു ഡൈ എന്നാണ് അതിൻ്റെ ഫോണ്ടിക്സ്. അമേരിക്കയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ് വെടിയേറ്റ് മരിച്ച പ്രസിഡന്റിൻ്റെ പേരാണ് ജോൺ എഫ് കെന്നഡി. ക്യാൻ ഡൈ അതാണ് അതിൻ്റെ ഫോണ്ടിക്സ്, ക്യാൻ ഡൈ. കെന്നഡി ഫാമിലിയിൽ ഇന്ന് വരെ ഒരാൾ പോലും നാച്ചുറൽ ഡെത്ത് ഫേസ് ചെയ്തിട്ടില്ല. ഒരിക്കൽ ഏഷ്യാനെറ്റ് ന്യൂസ് ലൈവിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ സബ്ജക്റ്റ് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ലൈവിൽ. അതിപ്പോൾ ഇല്ല, അത് യൂട്യൂബിൽ നിന്ന് തന്നെ അവർ പിൻവലിച്ചു. കോൺട്രവേഴ്സി ഒത്തിരി ഉണ്ടായൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ അതിലവർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഭാരതത്തിൽ ഇത്രയധികം പൈതൃകം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടാത്തത്? നമ്മുടെ പൈതൃകം വളരെ വലുതാണ്. ഇപ്പോൾ ആർഷഭാരത സംസ്കാരത്തിൽ ഊറ്റം കൊള്ളുന്നവരാണ് നമ്മൾ എന്ന് പറയുന്നത്. നമ്മുടെ പൈതൃകം ഒന്ന് ആലോചിച്ചാൽ, ലോകത്തിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഭാരതീയൻ്റെയാണ്. നളന്ദ. പൂജ്യം എന്ന് പറയുന്ന സംഖ്യ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ഭാരതീയനാണ്. അതാണല്ലോ നമ്മുടെ സാറ്റലൈറ്റിന് ആദ്യം പേരിട്ട്. പ്രതിഫലേച്ഛ ഇല്ലാതെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇതിഹാസങ്ങൾ രചിച്ച വാൽമീകി മുതൽ ഒരു നീണ്ട മഹർഷി നിര നമുക്കുണ്ട്. യേശുക്രിസ്തുവോ മുഹമ്മദ് നബിയോ മറ്റൊരു നാട്ടിൽ ഉദയം കൊണ്ടതൊഴിച്ചാൽ ഈ പ്രപഞ്ചം കണ്ടുള്ള എല്ലാ സ്പിരിച്വൽ ലീഡേഴ്സും ജനിച്ച് ജീവിച്ച് ശ്വസിച്ച് നടന്നു മരിച്ച മണ്ണാണ് ഭാരതത്തിൻ്റെ. ജൈനൻ മുതൽ ബുദ്ധൻ മുതൽ ശ്രീ നാരായണ ഗുരു വരെ നീട്ടുന്ന നീണ്ട ഗുരുപരിയന്മാർ തരം നമുക്കിവിടെയുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ പണം ഒഴുകുന്ന രാജ്യമാണ് ഭാരതം. എന്നിട്ട് നമ്മളെന്താണ് രക്ഷപ്പെടാത്തത്? ദർ ഇസ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. 1835 ഫെബ്രുവരി 2 ലോർഡ് മക്കാളെ എന്ന് പറയുന്ന ഒരാൾ ഭാരതം സന്ദർശിച്ച ശേഷം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഒരു കത്ത് വെച്ചു. ആ കത്ത് അങ്ങ് വായിച്ചിട്ടുണ്ടാവും ഗൂഗിളിലോ. ആ കത്ത് ഇങ്ങനെയാണ് ഏകദേശ രൂപം: ഐ ഹാവ് ട്രാവൽഡ് അക്രോസ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഇന്ത്യ. ഐ ഹാവ് നെവർ സീൻ എ ബെഗർ ഓർ എ തീഫ് ദർ. Such caliber of the people and such moral values people are keeping there, and such a wealth I have seen in that country. So you don't conquer that country. We have to introduce our language there so that the people will think English will be good for education. So that we have to change the ancient education system of it. Moreover, we have to break the real backbone of that country. അവരെന്ത് ചെയ്തു എന്നറിയോ? പ്രോണോളജിയെ നൂറ്റാണ്ട് കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ അവരുടെ സ്വായത്തമാക്കിയിരിക്കുന്ന അവർ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇൻ ഡൈ എന്ന് ഫോണ്ടിക്സ് ഉള്ള ഇന്ത്യ എന്ന് പേരിട്ട് കൈ തന്നു. ഈ ലോകത്താകമാനം നമ്മൾ ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇൻ ഡൈ, ഇൻ ഡൈ, ഇൻ ഡൈ. യു വിൽ നെവർ കം അപ്പ് ആൻഡ് നെവർ കം അപ്പ് ആൻഡ് നെവർ കം അപ്പ് അണ്ടിൽ യു ചേഞ്ച് ദിസ് നെയിം ടു ഭാരത്. ഇപ്പം ഭാരത് എന്ന പേര് മാറ്റിയപ്പോഴത്തേക്ക് പുരോഗമനം ഉണ്ടായെന്നാണ് അങ്ങ് പറയുന്നത്. പേര് മാറ്റിയിട്ടില്ലല്ലോ, അതിനുള്ള ശ്രമങ്ങൾ അല്ല, ഭാരത് എന്നാണ് ഇപ്പം കൂടുതലും പേര് ഉച്ചരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ലോകരാജ്യങ്ങളിലൊന്ന് സഞ്ചരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവും. ഇപ്പം ഭാരതം എന്ന് നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പുരോഗമനം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പൊ ഇന്ത്യ മുന്നണി എന്ന് നമ്മൾ പറയുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പൊ ഇന്ത്യ മുന്നണി വീണ്ടും കൂപ്പുകുത്തുന്നത് ആ പേര് തന്നെ ഉണ്ടല്ലോ, ഇൻഡൈ എന്നുള്ളത്. അല്ല, ഇന്ത്യ മുന്നണി എന്നുള്ളൊരു രാഷ്ട്രീയ സഖ്യം ഇന്ത്യ, അതല്ലേ പറഞ്ഞു ഇൻഡൈ എന്ന് തന്നെയല്ലേ അതിന്റെ ഫോണ്ടിക്സ്. നമ്മൾ ഈ ഡി ഐക്ക് ഇ എന്ന് പറയുന്നത് അവർക്ക് നിലനിൽപ്പില്ല എന്നാണ് അങ്ങയുടെ സംഖ്യാശാസ്ത്രം വെച്ചിട്ട് പറയുന്നത്. നിലനിൽക്കില്ല. അപ്പോൾ അങ്ങ് പറയുന്നത് ശബ്ദസംഖ്യാശാസ്ത്രം വ്യക്തികൾക്കും സ്ഥലത്തിനും എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണ്. ഏതിനും. അതിനൊരു ഉദാഹരണം കൂടെ പറയാം. എല്ലാ അർത്ഥത്തിലും നമ്മളെ ഇൻഡൈ എന്ന് പേരിട്ട് നമ്മളെ നശിപ്പിച്ച ശേഷം സൂര്യൻ അസ്തമിക്കാത്ത നാട് എന്ന് ഖ്യാതി നേടിയ ബ്രിട്ടന്റെ തലസ്ഥാനം ലണ്ടൻ എന്നാണ്. ഹി പുട്ട് ടു ഓൺ. ഓൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു? എബ്രഹാം ലിങ്ക് ഓൺ, ബിൽ ക്ലിൻറ്റ് ഓൺ, നെൽസ് ഓൺ മണ്ടേരെ. നിങ്ങൾ ലോകത്തിൽ ഏത് സക്സസ് പ്രോഡക്റ്റ് എടുത്ത് നോക്കൂ. കാനോൺ, ഹിൽട്ടൺ, തോംസൺ, സാംസൺ, നിക്സൺ, ഡിക്സൺ, ക്രോംഡൺ, പാരഗൺ, ഓൾ ആർ എൻഡ്സ് വിത്ത് ഓൺ. അത് ഓണായിട്ട് തന്നെ ഇരിക്കും. ഇന്നിപ്പോൾ ലോകത്ത് നടക്കുന്ന എല്ലാ ഫിനാൻസ് ട്രാൻസാക്ഷൻസും ഏത് കറൻസിയിലാണ്? ഡോളർ. ഡു ഓൾ എയർ എന്നാണ് അവൻ പേരിട്ടേക്കുന്നത്. ലോകത്തെന്ന് അതിനെ ബ്രേക്ക് ഇട്ടൊരു കാര്യം, അതിന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയല്ലേ യൂറോ ഒക്കെ ഇറക്കിയത്.
പക്ഷെ ഒന്നും ആയില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ റുപ്പിയുടെ പേര് മാറ്റിയാലൊക്കെ എന്തെങ്കിലും കാര്യം നടക്കൂ? സ്വാഭാവികമായിട്ടും മാറണം. റുപ്പിയുടെ പേര് മാറ്റണമെന്നോ എന്തായിട്ട് മാറ്റണം? അല്ല, റുപ്പിയുടെ പേര് മാറ്റുന്നില്ലല്ല. റുപ്പിക്ക് പറ്റിയ ഒരു പിഴവ് ഞാൻ മനസ്സിലാക്കുന്നത്, പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഇപ്പം ജ്ഞാനികളെ കൂടി ഇതിലൊക്കെ ഉൾക്കൊണ്ടുന്നതാണ്. നമ്മുടെ റുപ്പിയുടെ ചിഹ്നം അറിയാമോ? 2 വരകൾക്ക് താഴോട്ടാണ്. ഇതൊരിക്കലും മേളിലോട്ട് കയറുന്നില്ല. റുപ്പി എന്ന് പറയുന്ന ചിഹ്നം ഭാരതത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അന്ന് ഡോളറുമായിട്ടുള്ള കൺവേർഷൻ 47 രൂപയാണ്. ഇത് താഴോട്ട് പോയി ഇപ്പം 100 രൂപയ്ക്ക് അടുപ്പിച്ചായി. ആ ചിഹ്നം ഒരു വലിയ പ്രശ്നമാണ്. അല്ല, അത് ശബ്ദസംഖ്യാശാസ്ത്രമല്ല, അങ്ങ് ചിഹ്നശാസ്ത്രത്തെക്കുറിച്ച് അല്ല, അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഓരോ കാര്യം റുപ്പിയിൽ അങ്ങനെ കുഴപ്പം പിടിച്ചില്ല. 2 E കിടക്കല്ലേ. വെൻ 2 E become together in anybody's name, even a person, they will become rich എന്നാണ് പ്രോണോളജി പറയുന്നത്. അപ്പം എന്ത് ചരാചരങ്ങൾക്കും ഒരു പേരില് പ്രസക്തി ഉണ്ട്, പേരുണ്ടാവും. അല്ല, പേരിന് പ്രസക്തി ഉണ്ട് എന്നാണ് ഉറപ്പായും. അതിലെ ശബ്ദങ്ങൾ റിസൾട്ടിനെ കൊടുക്കും. ശരി, പ്രോണോളജി എന്നുള്ള പുസ്തകം വഴി അങ്ങ് ചെയ്യുന്ന എന്താണ്? അല്ല, സ്വാഭാവികമായിട്ടും പ്രോണോളജിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം ആർക്കും അറിയില്ല. ന്യൂമറോളജി എല്ലാവർക്കും അറിയാം. ഇപ്പം ന്യൂമറോളജിയുടെ നമ്പേഴ്സ് അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും, എവിടെയെങ്കിലും. പക്ഷെ പ്രോണോളജിക്ക് ഒരു നമ്പറുണ്ട്, അത് ആർക്കും അറിയത്തില്ല. പക്ഷെ എൻ്റെ ഈ കൊച്ചു പുസ്തകത്തിൽ ഞാനത് കംപ്ലീറ്റ് എക്സ്പോസ് ചെയ്തിരിക്കുക. കിട്ടാൻ വേറെ ആരും കൊടുക്കുക, പ്രോണോളജിസ്റ്റുകളുടെ മാത്രമേ ഉള്ള നമ്പർ. അതാണ് അവരുടെ ഒരു ട്രംപ് കാർഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ തമിഴ്നാട്ടിൽ പോയി ഏടെടുക്കുന്ന ശാസ്ത്രം ഉണ്ടല്ലോ, അതിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ ഇന്ന ആളുടെ പേര് നമ്മൾ പറയാതെ തന്നെ അവർ പറയുമെന്നാണ് പറയുന്നത്. അതായത് എന്ത് പേരിൽ, എന്ത് ഈ അങ്ങ് പറഞ്ഞ പോലെ എന്ത് പേര് പുള്ളു പറഞ്ഞില്ലെങ്കിലും ഇപ്പം എയിൽ തുടങ്ങുന്നതാണോ, ആയിൽ തുടങ്ങുന്നതാണോ, ചായയിൽ തുടങ്ങുന്നു എന്നുള്ള കാര്യം അവർ പറയും. അതനുസരിച്ച് മാത്രമല്ല ആ പേരിനകത്ത് എത്രയും വാക്കുകളുണ്ടെന്ന് വരെ പറയും. അത് ഒരു പക്ഷേ ഇത് നേരത്തെ പറഞ്ഞു വെച്ചതായിരിക്കും എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാക്കുന്നുണ്ട്. അതായത് അയാളുടെ ഒരു വ്യക്തി ജനിക്കുമ്പോൾ അയാളുടെ പേരും അതോടൊപ്പം ജനിക്കുന്നു എന്നാണ്. മുൻജന്മത്തിൻ്റെ പേര് ഉണ്ടായിരിക്കും. ഒരു പക്ഷേ അങ്ങ് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു, ആദർശ് കുമാർ എന്നാണ് അങ്ങയുടെ പിതാവ് അങ്ങേക്ക് പേരിട്ടത്. ആദർശ് കുമാർ എന്ന പേരിട്ടത് ഒരുപക്ഷെ മുൻവിധി പ്രകാരം അല്ലെ മുജ്ജന്മ ഇത് പ്രകാരം അങ്ങേക്ക് ആദർശ് കുമാർ എന്നുള്ളൊരു പേര് വരണമായിരിക്കും എന്നുള്ള തോന്നലിലേക്ക് ഞാൻ എത്തുന്നു. അതാണ് ശരിയാണെന്ന്. അതിലെ കാര്യം എന്ന് പറയുന്നത്, വിധി വിധിച്ചത് ഈ പ്രാണികൾക്കൊക്കെ അഹിതമാണെങ്കിലും ലംഘ്യമല്ലേതു എന്നാണ് ശാസ്ത്രം. അപ്പം അത് തന്നെയായിരിക്കും എൻ്റെ പേരിൻ്റെ പിന്നിൽ, ആ വിധിയായിരിക്കും അതിനകത്ത് കിടക്കുന്നത്. അങ്ങ് മക്കളുണ്ടായി കഴിഞ്ഞ ശേഷമാണോ ഈ ശബ്ദസംഖ്യാശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്നത്, അതോ അവർക്ക് ഈ പേരിട്ടതിൽ ഇങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? അല്ല, ഞാൻ ശബ്ദസംഖ്യാശാസ്ത്രം പഠിക്കുന്നത് 2015-ലാണ്. അന്ന് എൻ്റെ മോള് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. ന്യൂമറോളജി അനുസരിച്ചാണ് ഞാൻ നമുക്ക് പേരിട്ടിരുന്നത്. അതിനകത്തിലുള്ള പിഴവുകൾ മനസ്സിലാക്കിയപ്പം പ്രോണോളജി അനുസരിച്ച് ആ പേര് ഞാൻ പരിഷ്കരിച്ചു. അതായത് MAYOOGKA മയൂഖ എന്നാണ് അവിടെ പേരിടുന്നത്. അത് ന്യൂമറോളജി കറക്റ്റാക്കാനാണ് ഈ പല ആൽഫബറ്റൊക്കെ കേട്ടത്. പ്രോണോളജി പഠിച്ചു കഴിഞ്ഞപ്പം O എന്ന് പറയുന്ന ആൽഫബറ്റിന് 0 എന്ന് പറയുന്ന റിസൾട്ടിലേക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ പേരിൻ്റെ അവസാനം O എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് വന്നാൽ ആ ജീവിതത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ 0 ആകുമെന്നാണ് പ്രോണോളജി അനുസരിച്ചിട്ടുള്ള ഒരു നിഗമനം. നരസിംഹറാവു, അദ്ദേഹത്തിൻ്റെ ജീവിത അന്ത്യസമയങ്ങളിൽ NT രാമറാവു. അപ്പോൾ അത് ഒരു O വന്നു കഴിഞ്ഞാൽ അത് ആൽഫബറ്റ് വരുന്നതിൻ്റെ നിരകളുണ്ട്, ഏതൊക്കെ ആൽഫബറ്റ് എവിടെ വന്നാൽ കുറച്ചുകൂടെ ആഴത്തിലുള്ള സബ്ജക്റ്റാണ്. അപ്പം എൻ്റെ മോളുടെ പേര് 2 O ആണ് കിടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കറിയാമല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ അതും പരിഷ്കരിച്ച് പേര് മാറ്റാൻ അവൾ സമ്മതിച്ചില്ല. മയൂഖ എന്ന് തന്നെ MAYUGGH എന്നാക്കി. G ഒക്കെ GGH. അതിനുശേഷം എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും. അല്ല, എന്താണ് മാറ്റം മോൾക്ക് വന്നത്? അവളിപ്പോൾ നല്ല പൊസിഷനിലിരിക്കട്ടെ. അങ്ങനെ അതിനുശേഷമാണോ കൂടുതൽ പഠനവും ഗവേഷണവും? അല്ല, പഠിത്തം അതിന് മുമ്പേ ഉണ്ട്, എങ്കിലും കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. പൊതുവെ കാര്യങ്ങൾ കുറച്ചുകൂടെ കപ്പാസിറ്റി, കേപ്പബിലിറ്റി, കാലിബർ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങയുടെ പേര് കുമാർ എന്നുള്ള ആറിലാണ് അവസാനിക്കുന്നത്. AR. അത് എന്താണ്, നല്ലതാണോ അങ്ങയുടെ? ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, എയർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ഫൗണ്ടേഷൻ എയർ. അതിനൊരു ഉദാഹരണം, ദിലീപ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ പേര് മാറ്റി AR റഹ്മാൻ. എയറും മാനും പേര് കയറി കഴിഞ്ഞപ്പോൾ നേരെ ഓസ്കാറിൽ ചെന്നല്ലേ നിന്ന്. അങ്ങനെ അപ്പൊ നമ്മൾ അപഗ്രഥനം നായർ എന്ന് പറയുന്നത് NA മീൻസ് നാ, ദാറ്റ് ഈസ് നോയാണ്. ഇർ മീൻസ് ഇറർ. നോ ആൻഡ് ഇറർ എന്ന് പറയുന്നൊരു ഫോണ്ടിക്സ്. പലപ്പോഴും അത് ജീവിതത്തിൽ വളരെ
പ്രാരാബ്ദങ്ങളിലോ പ്രശ്നങ്ങളിലോ ഒക്കെ പോയി ചാടാൻ അത് കൂടുതൽ സഹായിക്കും. അത് ആ പേരിട്ട് നായർ AAR അല്ലേ? NAIR. NAIR. ദാറ്റ് ഈസ് ഇറാണ്, എയർ അല്ല. അല്ല, AIR ഉണ്ടല്ലോ. പക്ഷെ അത് നായിലാണ് തുടങ്ങുന്നത്. നാ മീൻസ് നോ. ശരി ശരി ശരി. പക്ഷേ മാൻ ഓൺ എന്ന് ഫ്രണ്ടിങ്സ് ഉള്ള മേൻ ഓൺ, ആ പേര് കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ്. പക്ഷെ അങ്ങ് പറഞ്ഞ ഈ റാവുമാരുടെ തന്നെ ഒരുപാട് റാവുമാരുണ്ടല്ലോ. അപ്പം അവർക്കെല്ലാവർക്കും വിനാശകാലമാണെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ പറഞ്ഞ രണ്ടുപേർ എന്താണ്, വൈബ്രേഷൻ കൊണ്ട് പേര് കയറിയവരാണ്. എത്രയോ റാവുമാരുണ്ട്, നമുക്കറിയാവുന്ന റാവുമാർ ആരെങ്കിലും ഉണ്ടോ? എനിക്കങ്ങനെ കൂടുതൽ റാവുമാരെ അറിയില്ല. ഉണ്ടാവും. എപ്പോഴും വളരെ ഉന്നതിയിലെത്തുമ്പോഴാണല്ലോ ഈ താഴ്ചയിലെ പതനത്തിനാക്കം കൂടുന്നത്. അപ്പം ഇങ്ങനെയുള്ളവരെ നമ്മൾ അറിയുന്നു, നമ്മൾ അറിയാത്തവരും കാണും ധാരാളം. അപ്പം അങ്ങ് പറയുന്നത് അനുസരിച്ച് ഇനി വരുന്ന തലമുറയിലേക്ക് വരുന്നവർ പേരിടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഈ പേരിടുമ്പോൾ ശരിക്കും പ്രോണോളജി അനുസരിച്ചിട്ടാണ് പേരിടുന്നതെങ്കിൽ നമ്മുടെ ലക്ക് നമ്പർ, നമ്മുടെ ഫേറ്റ് നമ്പറും കണ്ടുപിടിച്ചതിന് ശേഷം ആ പേര് പ്രോണോളജി നമ്പറിലേക്ക് വൈബ്രേറ്റ് ചെയ്യണം. ആ പ്രോണോളജി നമ്പറാണ് എൻ്റെ ഈ പുസ്തകത്തിലുള്ളത്. ആ പ്രോണോളജി നമ്പറിലേക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഫോണറ്റിക്സുകളും കൂടെ ആ പേരിൽ ഉണ്ടാവുന്നത് നന്നായിരിക്കും. മുമ്പേ നമ്മൾ പറഞ്ഞ മാതിരി മാൻ, ക്യാൻ, വിൻ, ഡു, ഓൺ, ഇത്തരം ശബ്ദങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം അങ്ങയുടെ പേര് ചന്തു എസ് നായർ, ക്യാൻ ഡു എന്ന് പറയുന്നൊരു ഫോണറ്റിക്സ് അതിനകത്ത് കിടപ്പുണ്ട് ഇല്ലേ? CHAN, ക്യാൻ. H സൈലൻ്റ് ആണെങ്കിൽ ക്യാൻ, ഡു, രണ്ട് ഭയങ്കര ഫോണറ്റിക്സ് അല്ലേ കിടക്കുന്നത്. അവസാനം മറ്റേ സാധനം ഉണ്ടെങ്കിലും അത് നല്ല ഫോണറ്റിക്സ് ആണ് കിടക്കുന്നത്. ഇപ്പം അതിനൊരു അന്നത്തെ എൻ്റെ ഇൻ്റർവ്യൂവിൽ അവർ ചോദിച്ചൊരു ചോദ്യമാണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ, അങ്ങ് ചോദിക്കുന്നത് സത്യമാണെങ്കിൽ ഇന്ന് വിശ്വത്തിലെ ഏറ്റവും വലിയ ധനാഢ്യനാണ് ബിൽ ഗേറ്റ്സ്. അയാൾ എങ്ങനെയാണ്, അയാളുടെ പേരിൽ ഒരു ബിൽ ഇല്ലല്ലേ കിടക്കുന്നത്, പിന്നെ എങ്ങനെയാണ്? അപ്പോൾ ഞാൻ ആക്ച്വലി അവരോട് ചോദിച്ചു ബിൽ ഗേറ്റ്സിൻ്റെ ഫുൾ നെയിം അറിയാമെന്ന്. അറിയത്തില്ല. ബിൽ ഗേറ്റ്സിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് വില്യം ഹെൻറി ബിൽ ഗേറ്റ്സ് 3 എന്നാണ്. ആ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് വിൽ എയിം എന്നാണ്. ഇംഗ്ലീഷുകാരുടെ പേര് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ വെസ്റ്റേൺകാരുടെ പേരുകൾക്കകത്തിൽ ഇത്തരം ശബ്ദങ്ങൾ എപ്പോഴും കാണും. ആക്ച്വലി അവരുടെ കമ്പനിയുടെ പേര് മൈക്രോസോഫ്റ്റ് എന്നാണ്. അവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിൻ്റെ പേരാണ് വിൻഡോസ്. വിൻഡു എന്ന് ഫോണറ്റിക്സ് ഇട്ടാണ് അവൻ പേരിട്ടത്. ഇപ്പം Windows 13 or 14 ആയി, വിൻഡോസ് എന്ന് തന്നെ ഇട്ടേക്കുന്നത്. ഇപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് അയാൾ ധനവാനെന്ന്. അവർ ഇംഗ്ലീഷുകാരുടെ പേര് അല്ലെ ഇംഗ്ലീഷുകാരുടെ പ്രോഡക്റ്റിൻ്റെ പേര് അതൊക്കെ നമ്മൾ എടുത്തൊന്ന് നോക്കിയാൽ വളരെ അപ്പം കൗതുകകരമായ കാര്യം. ഇത് കേൾക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവും, ഇംഗ്ലീഷിൽ മാത്രമേ ഈ പ്രോണോളജി എന്താണ് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ള. അങ്ങനല്ല, നമ്മുടെ പേരിലെ ശബ്ദം ഈ ശബ്ദമാണല്ലോ. അതിപ്പോ ഇംഗ്ലീഷിലെ പേര് വിൽ ഡു എന്നുള്ള അങ്ങ് പറഞ്ഞത് വിൻഡു അല്ല, വില്യം എന്നുള്ളതിന് വിൽ ഡു എന്നുള്ള അല്ല, വിൻഡോ വില്യം വിൽ എന്നുള്ളതിന് അത് ഇംഗ്ലീഷിലെ ഒരു സാധനമാണല്ലോ, അർത്ഥമാണല്ലോ വരുന്നത്. വില്ല് എന്നുള്ളത് ഞാൻ പറയുന്നത് നമ്മുടെ പേരിൽ തന്നെ ഇപ്പൊ വെറും സാധാ പേരല്ല. ഇപ്പം മലയാളം, ഇപ്പം എൻ്റെ പേര് അങ്ങ് മലയാളമാണെങ്കിൽ അത് ഇംഗ്ലീഷിലാക്കിയാണ് പറയുന്നത്. നമ്മൾ ക്യാൻ ഡു എന്നുള്ളതാക്കി. ക്യാൻ ഡു എന്നുള്ളത് ആക്കുന്നതല്ല, എഴുതുന്ന അല്ല, അത് അപ്പം ഇംഗ്ലീഷിന്റെ അർത്ഥമാണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ. ഇത് പ്രോണോളജി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ഫുള്ളി ബേസ്ഡ് ഓൺ 26 ആൽഫബറ്റ്സ് ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ സബ്ജക്ട് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ പേര് ഇംഗ്ലീഷിലാണ് എഴുതുന്നതെങ്കിൽ അതിനകത്തിലെ ഫോണറ്റിക്സുകൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഏത് പേരാണെങ്കിലും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് അങ്ങ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്പർ സംഖ്യാശാസ്ത്രത്തെ കുറിച്ച് അങ്ങ് പറയുന്നുണ്ട്. ഇപ്പം വണ്ടിയുടെ നമ്പർ എടുക്കുമ്പോൾ പലരും ചൂസ് ചെയ്യാറുണ്ട്, ഒറ്റ വേണം, ഇരട്ട വേണ്ട എന്നൊക്കെ പറഞ്ഞൊക്കെ എടുക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അതിലെന്തെങ്കിലും ഉണ്ടോ? അതായത് നമുക്കൊരു ലക്ക് നമ്പറുണ്ട് ഏതൊരു മനുഷ്യനും. നമ്മൾ ജനിക്കുന്ന ഡേറ്റ് ആണ് ഒരാളുടെ ലക്ക് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ 15-ാം തീയതി ജനിക്കുന്ന ഒരാൾ 5-1-6 അയാളുടെ ലക്ക് നമ്പർ. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ഇത് നോക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ KL01 CA പിന്നെ താഴെ വരുന്ന അക്കങ്ങൾ, സാധാരണ എല്ലാവരും ഈ താഴെ വരുന്ന അക്കങ്ങൾ മാത്രമേ കൂട്ടാറുള്ളൂ. ഇതിന്റെ മേളിൽ കിടക്കുന്നുണ്ട്, അതിനുണ്ട് ന്യൂമറിക്കൽ. അതും കൂടെ ചേർത്ത് ഈ ലക്ക് നമ്പർ കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ടാണ് പലരും ഇത് നോക്കാനായിട്ട് വരുന്നത്. ഓരോ അങ്ങയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഓരോ അക്ഷരത്തിനും ഓരോ സംഖ്യയ്ക്കും ഓരോ ശാസ്ത്രം ഉണ്ട്, ഓരോ വീക്ഷണമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഓരോ നമ്പറിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ 1-ാം തീയതി ജനിക്കുന്ന ഒരാൾ, അപ്പോൾ ആ ആളിൻ്റെ ചില പ്രത്യേകതകളുണ്ടാവും. 2-ാം തീയതി, അപ്പോൾ 2 ഭാഗ്യസംഖ്യയായിട്ടുള്ള ഒരാൾ, അയാൾക്കുണ്ടാകുന്ന പ്രത്യേകതകളുണ്ടാവും. അല്ല, ഇപ്പം ഞാൻ പറയുന്നത് 1, 2, 3, 4, 5, 7, 8, 9 വരെയുള്ള സംഖ്യകളിൽ
പ്രധാനമായ സംഖ്യകൾ ഏതൊക്കെയാണ്? 1 9 തന്നെയാണ്. 1 9 ആണ്. ആ, ഒന്ന് ഫസ്റ്റ് നമ്പർ എന്നുള്ളത് 9 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി എ മാജിക്കൽ നമ്പർ. 9ൻ്റെ ഏത് മൾട്ടിപ്ലിക്കേഷനോ അഡീഷനോ ഏതെടുത്ത് നോക്കിയാലും ഇറ്റ് വിൽ ബിക്കം 9. അതുകൊണ്ടാണ് 9 ഒരു അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റില് 9ാമത് വരുന്ന സംഖ്യയ്ക്കും ആൽഫബറ്റിന് ഇല്ല പ്രാധാന്യം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ആൽഫബറ്റ് ഇല്ല, 9ന് ആൽഫബറ്റ് ഇല്ല. അല്ലല്ല, 9ാമത് ABCDEFGH അതല്ലല്ല, നമ്മൾ ഈ ഓരോ നമ്പറിനും ന്യൂമറോളജി അനുസരിച്ചിട്ട് ആൽഫബറ്റ് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് മുമ്പേ ഉള്ളത്? ഇപ്പം 1 AIJQY, ഈ ഇത്രയും അക്ഷരങ്ങൾ 1നെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. 2 BKR, ഈ 3 അക്ഷരങ്ങൾ 3നെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അല്ല, 2നെ പ്രതിനിധാനം ചെയ്യുന്നത്. CGLS 3നെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഇങ്ങനെ ഓരോന്നും പ്രതിനിധാനം ചെയ്യുന്നത്. അതിൽ 8 വരെ ഉള്ളൂ ആൽഫബറ്റിൻ്റെ പ്രതീകങ്ങൾ കൊടുക്കുന്നത്, 9ന് ഇല്ല. അപ്പോൾ പേര് പറയുന്നത് നമ്മൾക്ക് ഇപ്പം ക്രിക്കറ്റ് പ്ലെയേഴ്സ് അവർ പേര് മാറ്റുന്നുണ്ട്. അവർ ഷർട്ടിൻ്റെ അതായത് ജേഴ്സിയുടെ പുറകിലിരിക്കുന്ന പേര് ചിലപ്പം ലാസ്റ്റ് നെയിം ആയിരിക്കും, അവർ ആ പേരിൽ അറിയപ്പെടാൻ കൂടുതലായിരിക്കും. ഇപ്പം സച്ചിൻ രമേഷ് തെണ്ടുൽക്കർ എന്നുള്ള പേരിൽ തെണ്ടുൽക്കർ മാത്രമാണ് നമ്മൾ കൂടുതൽ അറിയപ്പെടുന്നത് എന്ന് പറയുന്ന പോലെ ആ ഒരു നമ്മൾ എടുത്തു കാണിക്കുന്ന ഒരു പേരിന് കൂടുതൽ പ്രത്യേകത ഉണ്ടെന്നാണ് ചോദ്യം. അതിനിപ്പോൾ അങ്ങ് പറഞ്ഞ അതേ പേര് തന്നെ നോക്കാം. സച്ചിൻ, നമ്മൾ സച്ചിൻ എന്നാണ് പറയുന്നത്. തെണ്ടുൽക്കർ പിന്നീടാണ് കൂടുതൽ പറയുന്നത്. സച്ചിൻ എന്നാണ് നമ്മൾ പറയുന്നത്. ദി ഫോണ്ടിക് സെൻസ് വിത്ത് വിൻ ആണ് സച്ചിൻ. ദി ഫോണ്ടിക് സെൻസ് വിത്ത് വിൻ. സച്ചിൻ വിൻ ചെയ്തു പോയി അല്ലേ? സച്ചിനേക്കാളും വൈബ്രൻ്റായിട്ട് കൂടെ കളിക്കാൻ ഇറങ്ങിയതാണ് വിൻ നോ എന്ന് ഫോണ്ടിക്സ് ഉള്ള വിനോദ് കാംബ്ലെ. സി ദി ഡിഫറൻസ്. ഒരാൾ വിൻ നോ ആയപ്പോൾ മറ്റേ ആൾ വിന്നായി. അപ്പം പേരിലെ ശബ്ദങ്ങൾ റിസൾട്ടിനെ കൊടുക്കുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. അപ്പോൾ ഒരു ആൾ ഒരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഇന്ന നമ്പർ കിട്ടിയാൽ കൊള്ളാമെന്ന് ചോദിച്ചു വരികയും അതുപോലെ തന്നെ സിനിമ എടുക്കുന്നതിന് മുമ്പ്, സിനിമാ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം നിലനിൽക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പം സിനിമ എടുക്കുന്നതിന് മുമ്പ് ഇന്ന പേരാണ് ഞാൻ സിനിമയ്ക്ക് തീരുമാനിച്ചിരിക്കുന്നത്, ഈ പേര് കൊള്ളാമോ, ഈ പേരിൽ എന്തെങ്കിലും വ്യതിയാനം വരുത്തേണ്ടതുണ്ടോ, അങ്ങനെ ആരെങ്കിലുമൊക്കെ സമീപിക്കാറുണ്ടോ? സ്വാഭാവികമായിട്ട് എല്ലാ പേരുകളും പറയാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ഏകദേശം 10-32 സിനിമകളുടെ പേര് ഞാൻ വൈബ്രേറ്റ് ചെയ്യിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ അവർ സാധാരണ ചെയ്യുന്ന അവർ കുറച്ച് പേരുകൾ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുന്ന പേരുകളുമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ പ്രോണോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഞാൻ പഠിക്കാനുണ്ടായ കാരണം തന്നെ അതിനു മുമ്പ് ഞാൻ ചെയ്ത ഒരു സിനിമയുടെ പേരാണ്. ആ സിനിമ നല്ല സിനിമയാണ്, പക്ഷേ അത് വിജയിച്ചില്ല എന്നുള്ളതാണ്. ആ സിനിമയുടെ പേര് ലോക്പാൽ എന്നാണ്. ദി നെയിം സ്റ്റാർട്ട്സ് വിത്ത് ലോ. തേർഡ് ലെറ്റർ ലോക്ക്. അപ്പം ആ ഒരു സിനിമയാണ് എന്നെ ഈ സബ്ജക്റ്റിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം. ഒന്ന് ആലോചിച്ചാൽ മതി, അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ആന്തോളനം ഉണ്ടാക്കിയ സമരമാണ് ലോക്പാൽ. ആ ലോക്പാൽ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അത് വന്ന വരവുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് പേരിലെ ശബ്ദം മുസ്ലിനെ കൊടുക്കും. അപ്പോൾ അങ്ങ് 32ഓളം സിനിമകൾക്ക് പേര് പിന്നീട് നിശ്ചയിച്ചു എന്നാണ് പറയുന്നത്. അല്ല, വന്ന പേര് തിരുത്തി കൊടുത്തു. പക്ഷേ ആ ഈ 32 സിനിമകളുടെയും വിജയം എങ്ങനെയായിരുന്നു? എല്ലാ സിനിമകളും സക്സസ് ആയിരുന്നു. എല്ലാ സിനിമകളും സക്സസ് ആയിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആയ ഒരു സിനിമയുടെ പേരെങ്കിലും പറഞ്ഞാൽ കൊള്ളാം. 2020. 2020 അങ്ങ് ഇട്ട പേരാണ്. ജോഷിയുടെ സിനിമയാണല്ലോ. ജോഷി സാറിൻ്റെ ഓൾമോസ്റ്റ് സിനിമകളുടെ എല്ലാം ഇത് ഒന്ന് നോക്കാറുണ്ട്. ഓക്കെ. 2020 ആയിരുന്നു മലയാളത്തിലെ ഏറ്റവും സക്സസ്സുകളിൽ ഒന്ന്. തീർച്ചയായിട്ടും എല്ലാ താരങ്ങളും ഒത്തൊരുമിച്ചു. ജോഷിക്ക് രണ്ടാമതൊരു പേരും നൽകിയ ഒരു സിനിമയായിരുന്നു 2020. തീർച്ചയായിട്ടും ആ പേര് അങ്ങ് നൽകിയെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നൽകിയത് മീൻസ് അതിനകത്ത് നിന്ന് അതിൽ എഴുതിയത് നോക്കിയാൽ മതി. ഒന്ന് ആൽഫബറ്റിലും ഒന്ന് അക്കത്തിലും എഴുതിയത്. അതെ 2020 തീർച്ചയായിട്ടും ഫോണിക്സിലാണ് വ്യത്യാസം. അത് പക്ഷേ ഈ സബ്ജക്റ്റ് ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ഒന്ന് പേര് നൽകിയെന്നുള്ളൂ. അപ്പം നമുക്ക് പേരിടുന്നതിൽ അപ്പം തീർച്ചയായിട്ടും അതിലൊരു സംഖ്യാശാസ്ത്രം, ശബ്ദസംഖ്യാശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മുൻകൂട്ടി അറിയണമല്ലേ? തീർച്ചയായിട്ടും. അതിന് എന്താണ് ചെയ്യാനുള്ളത്? നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഒന്നുമില്ല, നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സബ്ജക്റ്റ് ചെയ്യാൻ ചെയ്യുന്ന ഒരാളിനെ ഒന്ന് സമീപിക്കുക. അവരായിരിക്കും അതിന് വേണ്ടുന്ന നല്ല ഫോണ്ടിക്സ് ഉള്ള ഒരു പേര് കിട്ടുക എന്ന് പറയുന്നത് അത് തന്നെ വലിയ ഭാഗ്യമാണ്. ജനിക്കുമ്പോൾ തന്നെ നല്ല ഫോണ്ടിക്സ് ഉള്ള പേര് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ഇപ്പം അത് അങ്ങയുടെ തന്നെ ക്യാൻ ഡു എന്ന് പറയുന്ന ഒരു ഫോണ്ടിക്സ് നമ്മുടെ നാട്ടിലെ വെറും സാധാരണ ഒരു പേരാണ് ചന്തു എന്ന് പറയുന്നത് അല്ലേ? അതെ. നമ്മൾ അതിനകത്ത് പക്ഷെ അതിനകത്തൊരു വലിയ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷേ അങ്ങ് വേറൊരു കാര്യം, ഈ ജ്യോത്സ്യന്മാരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പം ആളെ കാണുമ്പോഴത്തേക്ക് ഒരു സമ്പന്നനും നല്ല ജീവിതത്തിൽ വിജയിച്ച ആളെ കാണുമ്പോൾ
അവരുടെ രേഖാശാസ്ത്രമൊക്കെ നിങ്ങളുടെ ഉന്നതമാണെന്ന് പറയുന്ന രീതിയും കൂടെ ഉണ്ടല്ലോ, തിരിച്ചു പറയാം. ഇല്ല, അല്ലല്ല അങ്ങനെ അല്ല, സാധാരണ ജ്യോതിഷന്റെ കാര്യമാണ് പറയുന്നത് ഞാൻ. അല്ല, അങ്ങനെ ആ രീതിയിലേക്ക് ഒരു നിഗമനത്തിലേക്ക് എത്തുന്ന ആൾക്കാരും ഉണ്ട്. അല്ല, ഞാൻ പൊതുവെ ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന് ആ രീതിയിൽ പൊതുവെ പൂജ പറയുന്ന ആളല്ല ഞാൻ, യന്ത്രം ഇടിക്കുന്ന ആളല്ല ഞാൻ, കല്ലിടിക്കുന്ന ആളല്ല ഞാൻ. കാരണം അതിനെ ഒരു ബിസിനസ് ആക്കി കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ കാണാൻ പറ്റുന്നവരടുത്ത് ഒരിക്കലും അങ്ങനത്തെ പരിഹാരങ്ങളൊന്നും ഞാൻ പറയാറില്ല. പിന്നെ അങ്ങനെ ചോദിച്ചതിനകത്തിൽ ഈ എന്തുകൊണ്ടാണ് ഇത്തരം ആശയങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജ്യോതിഷം തന്നെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി പോലെ ഇരിക്കും ഇത് എന്ത് നമ്മൾ പറയുന്നത് പറഞ്ഞാൽ. അതെ, ആ ആളുടെ ഒരു നിഗമനത്തിൽ എത്തുക എന്ന് പറയുന്നത് ആ ആളുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയാണ്. ഇപ്പം നമ്മൾ രണ്ടുപേരും ശംഖുമുഖത്ത് പോയിരിക്കുന്നു, ഒരു സൺസെറ്റ് കാണുന്നു, ഒരേപോലെ നമ്മൾ അപ്പുറത്തിപ്പുറത്തുനിന്ന് കാണുകയാണ്. ഒരു വെള്ള പേപ്പർ എടുത്ത് അങ്ങയുടെ കയ്യിൽ എൻ്റെ കയ്യിൽ ഒരു വെള്ള പേപ്പർ എടുത്ത് നിങ്ങൾ കണ്ട സൺസെറ്റ് എഴുതൂ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നതായിരിക്കില്ല അങ്ങ് എഴുതുന്നത്. നമ്മൾ കണ്ട ഒന്നല്ലേ, എന്താ ഡിഫറൻസ് വരുന്നത്? അത് ഓരോരുത്തരിലും വ്യത്യാസം. എന്ന് പറഞ്ഞാൽ ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഒരേ സബ്ജക്റ്റാണ്, പക്ഷെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വരുന്ന വ്യത്യാസം ഉണ്ടാകും. ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ജ്യോതിഷം എന്നുള്ളത് യഥാർത്ഥത്തിൽ ശാസ്ത്രമാണോ? ശാസ്ത്രമാണോ? എന്താണ് ശാസ്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത്? ശാസ്ത്രീയമായി വിശകലനം ചെയ്യപ്പെടാവുന്ന, തീർച്ചയായിട്ടും അതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിന് ആൻസർ ഉണ്ട്, സ്വാഭാവികമായിട്ടും. പക്ഷെ അതാണ് ഈ പലപ്പോഴും ഇതിന് ആൻസർ ഇല്ലാതെ വരികയും ഇതിനെ അന്ധവിശ്വാസം എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ കാരണമാണ് ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി കുറയുന്നത് പോലെയാണ്. നമ്മൾ സയൻസ് എന്ന് പറഞ്ഞാൽ അതിന് പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് അതിന് സയൻസ് എന്ന് പറയുന്നത്. അതുപോലെ ജ്യോതിഷം ഒരു ശാസ്ത്രമായി നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും കണക്കാക്കാൻ പറ്റും. കാരണം എന്താണ്? കാരണം എന്ന് പറയുന്നത് നമ്മളൊരാളിനെ കാണാതെയാണ്. ഇപ്പം വിദേശത്തിരിക്കുന്ന ഒരാൾ ചിലപ്പോൾ അവരുടെ ജാതകം നമുക്ക് അയച്ചു തരികയായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ആളിനെ കാണുന്നില്ല. അങ്ങ് നേരത്തെ സൂചിപ്പിച്ച അയാൾ സമ്പന്നനാണോ ഒന്നും നമുക്കറിയത്തില്ല. നമുക്ക് വെറും ഒരു ഗ്രഹനിലയാണ് കിട്ടുന്നത്. അതിൽ നിന്നാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഇയാൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇയാൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും പേര് വിളിക്കുമ്പോൾ തന്നെ അതിൽ അദ്ദേഹത്തിൻ്റെ ഭാവി നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ ശബ്ദസംഖ്യാശാസ്ത്രം പറയുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ആദർശ് കുമാർ നമ്മോട് പറഞ്ഞത്. അത് ഒരുപക്ഷെ ശരിയായ അർത്ഥത്തിൽ നിത്യജീവിതത്തിൽ ശരിയാകണമോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതും നാം തന്നെയാണ്. അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോവുകയും അതിലെ വിശ്വാസ പ്രമാണങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്ത ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞൻ കൂടിയാണ് ആദർശ് കുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത്ര വേഗം തള്ളിക്കളയാനും പറ്റത്തില്ല. നമ്മുടെ നിത്യജീവിതത്തിലും ഇത് നമുക്ക് പ്രാവർത്തികമാകാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് അന്വേഷിക്കാം. നമസ്കാരം സാർ. നമസ്കാരം.